കഴിഞ്ഞ 2 പണി ഇച്ചിരി കൈവിട്ടു പോയി. സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ പണിയെങ്കിലും ഒന്ന് കരകയറ്റി തരണേ. പുതിയൊരു പണിക്കാരനെ കിട്ടിയിട്ടുണ്ട്. എങ്ങനാകുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇല്ലെങ്കിൽ ഞാൻ അപ്പച്ചായിട്ട് മിണ്ടത്തില്ല, കൂട്ടുവെട്ടും കേട്ടോ. ഹലോ, സർക്കിളാണേ. എന്നിട്ട് സ്ക്വയർ ആണല്ലോ. അതല്ലടാ, സർക്കിൾ ഇൻസ്പെക്ടർ ആണെന്ന്. എന്താ സാറേ? എന്റെ ജീപ്പ് അവിടെ ഇല്ലേ? സാറിന്റെ ജീപ്പ് സാറിന്റെ പോക്കറ്റിൽ കാണും. ജീപ്പ് അവിടെ ഇല്ലെന്നാണ്. എന്റെ ജീപ്പ് അവിടെ ഇല്ല. ഞങ്ങള് പോലീസുകാര് കള്ളന്മാരെ പിടിക്കാൻ പോകത്തില്ലേ, ആ വണ്ടി അവിടെ ഇല്ലേ? അത് ഇവിടെ ഉണ്ട് സാറേ. ഉണ്ടല്ലേ? സാറ് വരുമ്പോഴത്തേന് വന്നാ മതി കേട്ടോ. ഓക്കെ. സാറ് വരുമ്പോഴേ യൂണിഫോമിൽ വരല്ലേ. പിന്നെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും ഞാൻ എന്തായാലും കുന്നായി വേല കാണിച്ചിട്ട് പോലീസ് പിടിക്കാൻ വരുവാന്ന്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഞാൻ മഫ്തിയിൽ വരാം. അങ്ങനെ 2 കിലോ എനിക്ക് വാങ്ങിച്ചോട് തരണേ. എന്ത് മത്തിയായിട്ട് വരാന്ന് പറഞ്ഞു. എടാ, മത്തിയായിട്ട് വരാന്നല്ല, മഫ്തിയിൽ വരാന്നോ. ഞാൻ സിവിലിൽ വരാം. ഞാൻ 150 രൂപയൊക്കെ ചെറിയൊരു സാധനം കൂടെ വാങ്ങിച്ചോണ്ട് പറഞ്ഞേ. ഓക്കെ. എടാ, സിവിൽ സപ്ലൈസിൽ പോകുന്ന കാര്യമില്ലടാ, ഞാൻ സിവിൽ ഡ്രസ്സിൽ വരാന്ന്. എങ്ങനെ വന്നാലും സാറ് ഡ്രസ് ഇട്ടോട്ട് വന്നാൽ മതി, ഞാൻ ശരിയാക്കി ഇട്ടേക്കാം. എന്റെ പൊന്നു ദൈവം തമ്പുരാന്, 2-3 ദിവസം കൊണ്ട് ഒരുത്തൻ പണി പഠിക്കാൻ വരുന്നുണ്ട്. 10-ാം മണിയായിട്ടും അവനെ കാണുന്നില്ല. എനിക്കാന്നാ പണി ചെയ്യാൻ ഇതുപോലും മടിയും. ഇത്രയും നേരം നീ എവിടെ നിൽക്കുവായിരുന്നടാ? എന്റെ ആശാനെ, ഞാൻ ബസ്സൊക്കെ കേറി ഇഞ്ഞു വരണ്ടേ? എടാ, ഒരു സ്കൂട്ടർ വാങ്ങിച്ചു തരാൻ പറയടാ. അയ്യോ, പറ്റത്തില്ല. ഇപ്പോഴത്തെ പെട്രോളിന്റെ വില വെച്ച് നമുക്ക് സ്കൂട്ടർ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഭയങ്കര വിലയല്ലേ പെട്രോളിന്? ഭയങ്കര വില പെട്രോളിന്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന് വില കൂടുമ്പോഴാണ് പെട്രോളിന് വില കൂടുന്നത്. അന്താരാഷ്ട്ര മാർക്കറ്റിലെ 2 രൂപ ഉള്ള ടങ് ക്ലീനറിന് അത് വാങ്ങിച്ച് നാക്കെന്ന് പഠിക്കണം. ക്രൂഡ് ഓയില് തല ഇരിക്കുന്നത് ചോറ്, തലച്ചോറോ? എനിക്ക് തിന്നാനുള്ള പൊതിച്ചോറ് എനിക്കൂടെ ഉള്ളതാണ്. അല്ലല്ല, ഇത് മൊത്തം എനിക്ക് തിന്നാനുള്ള ഉച്ചക്ക്. ഒന്ന് പിടിക്കാവോ? എന്റെ പൊന്നു ദൈവമേ, സിമന്റ് ചാക്ക് പോലെ ഉണ്ടല്ലോ. എന്തൊക്കെ ഉണ്ടോ അതിനകത്തില്? ഇതിനകത്ത് ഇറച്ചിയുണ്ട്, മീനുണ്ട്, മുട്ടയുണ്ട്, പയറുണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്, കൂവക്കിഴങ്ങുണ്ട്, എല്ലാം ഉണ്ട്. ഒരു ഹൈപ്പർ മാർക്കറ്റ് മൊത്തം പോഞ്ഞോട്ട് ഇനി വന്നേക്കുവാ. അയ്യോ, അത്രയ്ക്കൊന്നുമില്ല, എല്ലാം ഇച്ചിരി ഉള്ളൂ. ഈ തിന്നുന്നതൊക്കെ എങ്ങോട്ട് പോവാടാ? അതറിയണമെന്നുണ്ടെങ്കിൽ അടുത്ത തവണ ആശാനെ പിടിച്ച് ഞാൻ തിന്നാം. അപ്പൊ റൂട്ട് അറിയാമല്ലോ പോകുന്നത്. അതും നടക്കും. നോക്കിക്കത് പണി തെളിക്കാൻ നോക്കണോ ആശാനെ? ഞാൻ എന്തോ ചെയ്യണം സാറേ? എന്റെ ചേംബറിൽ ചെന്നിട്ടേ ഞാൻ 8 ഫയൽ എഴുതി ഒപ്പിട്ട് സീൽ അടിച്ച് വെച്ചിട്ടുണ്ട്. സാർ അതുകൊണ്ട് കളക്ടറേറ്റിൽ പോകണം. കളക്ടർ അത് ഒപ്പിട്ട് തരും. എന്നിട്ട് PWD ചെന്നിട്ട് ബില്ല് മാറി എടുക്കണം. എനിക്കിവിടെ വലിയൊരു പാലം പണിയാണ്, ഞാനല്ലേ ഓർഡർ കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ഈ ബൈക്കിനകത്തെ പണിയൊന്നും ചെയ്യണ്ടേ? അപ്പൊ നിനക്കറിയാം ഇവിടെ എന്തിനാ വരുന്നത്? മര്യാദക്ക് തുണി മാറിയിട്ട് പണി ചെയ്യണം. ആശാൻ എന്തോ ചൂടാവുന്നത്? 3-4 ദിവസമായി ഞാനിവിടെ പണിക്ക് വന്നിട്ട് ആശാൻ എന്നെ ഇതുവരെ ഒരു കാര്യം പോലും എന്നെ പഠിപ്പിച്ചില്ല. ഇവനെ എങ്ങനെ പഠിപ്പിക്കും? ഇൻഡിക്കേറ്റർ വാങ്ങിക്കാൻ മിനിഞ്ഞാന്ന് പറഞ്ഞു വിട്ടതാ. 2 മണിക്കൂറായിട്ട് കണ്ടില്ല. ഞാൻ ചെന്ന് നോക്കിയപ്പോ എന്തുവാ, സിൻഡിക്കേറ്റ് ബാങ്കിന്റെ മുന്നിൽ വായി നോക്കി നിൽക്കുവാ ഈ പണം. അത് തന്നെ എനിക്കൊരു അബദ്ധം പറ്റിയല്ലോ. അങ്ങോട്ടാകത്തില്ല, ഞാൻ മര്യാദക്ക് ചെയ്യാൻ നോക്കണോ? ആശാന്റെ ബോധം പോയി. എന്റെ ആശാന്റെ ബോധം പോയി. ആശാന്റെ ബോധം പോയി. എന്തോ പൊടിയാണ് ഈ തുണിയില്. ഇത് ഞങ്ങളുടെ അച്ഛൻ പണിക്ക് കൊണ്ടുവന്ന തുണി, അതാ ഇത്രയും പൊടി. നിങ്ങളുടെ അച്ഛന്റെ പേരെന്താ? പൊടിയൻ. അത്രയും പൊടി. നിങ്ങളുടെ അച്ഛൻ ഏത് പഠിക്കാ പോകുന്നത്? അച്ഛൻ ഗോതമ്പ് പൊടിക്കാൻ പോവാ. പാറക്കോറി പോയായിരുന്നു മിറ്റിൽ വാരി എന്ന് ഏത്തിട്ടേ. അയ്യോ, എന്റെ കണ്ണ് നീർന്നു. എന്താ വെള്ളം എടുത്താ കുടഞ്ഞ്? ഞാൻ തന്നെ ഈ വെള്ളം എടുത്താ ഒഴിച്ചേ. അയ്യോ, ബാറ്ററി വെള്ളം എടുത്തല്ലേ മുഖത്തൊഴിച്ചത്. കണ്ണു പോകണ ബാറ്ററി വെള്ളമാണ്. ബാറ്ററി വെള്ളമായിരുന്നു. അതാണ് ഇങ്ങനെ ചൂടാവാതെ. എനിക്കല്ലേലും ഈ വർക്ക്ഷോപ്പ് പണി ഇഷ്ടമല്ല. ഇത് കൊള്ളത്തില്ല, അഴുക്ക ഇച്ചേച്ചിയായി പണി. എടാ, നീ വർക്ക്ഷോപ്പ് പണി അങ്ങനെ പുച്ഛിക്കല്ലേ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, എനിക്ക് എല്ലാ പണിയൊന്നും പഠിപ്പിക്കണ്ട. ആശാൻ എന്നെ 2 നട്ട് മുറുക്കാൻ പഠിപ്പിച്ചാൽ മതി. ഞാൻ അതുകൊണ്ട് ഗൾഫിൽ പോയി രക്ഷപ്പെട്ടോളാം. ആദ്യം നിന്റെ തലയ്ക്കകത്ത് 2 നട്ട് മുറുക്കണം. നീ ഒരു കാലത്ത് രക്ഷപ്പെടത്തില്ല. എനിക്കറിയാം. ആശാന്റെ കൂടി ഈ വർക്ക്ഷോപ്പിൽ നിന്ന് ഞാൻ രക്ഷപ്പെടത്തില്ല. ആശാൻ കണ്ടോ, ഞാൻ ആറ്റിങ്ങിലെ വർക്ക്ഷോപ്പിൽ പോയി നിൽക്കും. എന്നിട്ട് ഞാൻ അവിടുന്ന് രക്ഷപ്പെടും. എടാ, പാലാരി വട്ടത്തെ ഈ വർക്ക്ഷോപ്പിൽ നിന്നിട്ട് നീ രക്ഷപ്പെട്ടില്ല. നീ ആറ്റിങ്ങിലുള്ള വർക്ക്ഷോപ്പിൽ പോയി എങ്ങനെ രക്ഷപ്പെടാനാ? അയ്യോ, ആശാൻ അറിയാൻ വയ്യാഞ്ഞിട്ടാ. ആറ്റിങ്ങിലെ വർക്ക്ഷോപ്പിൽ നിന്നിട്ടുള്ളവരൊക്കെയാണ് ഇപ്പൊ മലയാള സിനിമയിൽ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. ചേട്ടാ, അത് ആറ്റിങ്ങിലെ വർക്ക്ഷോപ്പ് അല്ല, ആക്ടിംഗ് വർക്ക്ഷോപ്പ്. ഇതെന്തുവാ? തൊലി. അതല്ല, നിന്റെ തൊടയിലെ തൊലി. അങ്ങനെയാണോ? നേരം വെളുക്കുന്ന തൊട്ട് വൈകുന്നേരം വരെ ഇവനെ പിച്ചാൻ എനിക്ക് നേരെ ഉള്ളൂ. എനിക്ക് ഈ ബൈക്കെങ്കിൽ നിന്ന് പണിഞ്ഞു കൊടുക്കണോ എന്നിട്ട് ചുമ്മാ വായി നോക്കി നിന്ന് പറ്റത്തില്ല. അറിയോ, സൂപ്പർവൈസർ നോക്കി നിൽക്കോ എന്നെ പണി ചെയ്യിപ്പിക്കാൻ. ഞാൻ എന്തോ ചെയ്യണമെന്ന് പറഞ്ഞില്ലല്ലോ. ചെയ്യാൻ മുറുക്കണം. ഇപ്പൊ പറയണ്ടേ? തോമസ് സാറ് പാവാടാ, തോമസ് സാറ് പാവാടാ.
തോമസ് സാറ് പാവാടാ. തോമസ് സാറിന്റെ പാവാടയല്ല, നിന്റെ അച്ഛന്റെ പാളക്കാരൻ അണ്ടർവെയർ. അല്ല ചെയിൻ മുറുക്കാൻ പറഞ്ഞു. എന്റെ കഴുത്തിലെ ചെയിൻ മുറുക്കാനല്ല പറഞ്ഞത്, പിന്നെ? ഈ ബൈക്കിന്റെ ചെയിൻ മുറുക്കാൻ. അത് പറയണ്ട്. അല്ല ഞാൻ ആശാനെ ചോദിക്കട്ടെ, ഈ ബൈക്കിനൊക്കെ എവിടുന്ന ഈ ചെയിന്? മിനിഞ്ഞാൻ നിന്റെ കല്യാണമായിരുന്നു, പിന്നെ അളിയിനിട്ട് കൊടുത്തതാ ചെയിന്. അയ്യോ ഭാഗ്യമുള്ള ബൈക്കാന്നേ. എടാ പഴംപിലി, എന്തൊരു പണി അങ്ങോട്ട്. ഞാൻ ചെയ്യുമല്ലോ ഇത്. ഫ്രണ്ട് ബ്രേക്ക് എങ്ങോട്ട് ഓടുവാ? അല്ല ലഞ്ച് ബ്രേക്ക് ലെഫ്റ്റ് ബ്രേക്ക് തന്നെ പറഞ്ഞു, നിന്റെ ഫ്രണ്ട് ബ്രേക്ക് പണിയാനാ പറഞ്ഞത്. അങ്ങനാണോ പറഞ്ഞത്? ആശാൻ എന്നോട് ചുമ്മാ കടന്ന് വെച്ചിട്ട് കാര്യമില്ല. എന്നെ കൊണ്ട് ആശാൻ പുറഞ്ഞു മുട്ടി ആശാൻ. അയ്യോ ചേച്ച പൊട്ടി നമ്പുരാനെ, ഇവരെ പോലുള്ളവരെ പണിക്കെടുത്ത് എന്നെ വേണം തല്ലാനെ കൊണ്ട്. ഇത് നിർത്തിയിട്ട് ഞാൻ വേറെ എന്തെങ്കിലും ചെയ്താലെന്ന് ആലോചിക്കുക. ശരി ആശാനെ, ഇത് നിർത്തിട്ട് കുറച്ചേരം ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കും. ചേട്ടാ നീ നന്നാവാത്ത എന്താണെന്നറിയാവോ? എന്താ? നിനക്ക് മറ്റേ 3 സാധനമില്ല. ഗുരുത്വം എന്ന് പറഞ്ഞ 3 അക്ഷരമില്ല. എനിക്ക് ഗുരുത്തമില്ലയോ? ഇല്ല. ആശാനെ ഈ ഗുരുത്തം എവിടെ നിന്ന് കിട്ടും? പഞ്ചായത്ത് ഓഫീസിൽ പോയി അപേക്ഷ കൊടുത്താൽ മതി, നിങ്ങളുടെ വീട്ടിൽ കൊടുത്തരും. നിനക്ക് നിന്റെ അച്ഛനും. ആണോ? അതുകൊണ്ട് എന്റെ അപ്പച്ചന്റെ ഫോട്ടോ കണ്ടോ, അവിടെ പോയി പ്രാർത്ഥിച്ചു അപ്പച്ച എന്നെ പണിയെല്ലാം പഠിപ്പിക്കണം എന്ന് പറ. എന്നാ ഗുരുത്തം കിട്ടുവോ? കൊടുത്ത് കിട്ടും. നോക്കട്ടെ. എന്താ അപ്പച്ചൻ നിന്നെ കടിച്ചോ? ഇത് ആശാന്റെ അപ്പൂപ്പനാണോ ഇത്? എന്റെ അപ്പൂപ്പനത്. ഞാൻ ഈ അപ്പൂപ്പനെ എന്റെ കുഞ്ഞുനാളിൽ കണ്ടിട്ടുണ്ട്. അതങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയ എന്റെ അപ്പച്ചനെ നീ കുഞ്ഞുനാളിൽ കാണുന്നത്? ആശാനെ എനിക്ക് 3 വയസ്സ് പ്രായമുള്ളപ്പോഴേ ഞങ്ങളുടെ അമ്മ എനിക്ക് ചോറ് വാരി തരുമായിരുന്നേ. എനിക്ക് മണ്ണിലേ അല്ലേ പിടിച്ച് തന്നോണ്ടിരുന്നത്. അപ്പൊ അമ്മ ചോറ് തരുമ്പോ ഞാൻ തിന്നാൻ മടി കാണിക്കും. നമ്മൾ തിന്നാൻ വായില്ലേ കാണിക്കുന്നത്, ഇവർ മടിയാ കാണിക്കുന്നത്. അതല്ലെന്ന്, അമ്മ ചോറ് തരുമ്പോ ഞാൻ തിന്നത്തില്ല. അപ്പൊ അമ്മ എന്നെ പറഞ്ഞ് പേടിപ്പിക്കും, മോനെ കലേഷേ ചോറ് തിന്നില്ലെങ്കിൽ രാത്രി കോക്കാച്ചി ഉറക്കത്തിൽ വന്ന് പേടിപ്പിക്കുമെന്ന്. അങ്ങനെ ഞാൻ ഉറക്കത്തിൽ സ്വപ്നം കാണുന്ന കോക്കാച്ചിയായത്. കറക്റ്റ് കോക്കാച്ചി. അത് കോക്കാച്ചിയല്ല, എന്റെ അപ്പച്ചൻ ചാക്കോച്ചിയാ. കോക്കാച്ചി ചാക്കോച്ചി രണ്ടും ചീയുണ്ടല്ലോ. ഈ മനുഷ്യൻ ആരായിരുന്നു അറിയാമോ? ആരായിരുന്നു ഇത്? ഇത് വലിയൊരു പ്രമാണിയായിരുന്നു. ആഹാ, ഈ പുള്ളിയുടെ ബന്ധുവായിരുന്നോ കൊമ്പഞ്ചല്ലിയൊക്കെ? പ്രാണി എന്നല്ല പറഞ്ഞ, പ്രമാണി എന്നാ പറഞ്ഞത്. ആണോ, വലിയ ആളായിരുന്നു ഇത്? വർഷങ്ങൾക്ക് മുമ്പ് ഈ നാട്ടിലെ ആദ്യമായിട്ട് കാറ് വാങ്ങിച്ചത് എന്റെ അപ്പൂപ്പല്ല. ആണോ? അതെങ്ങനെയുള്ള കാറായിരുന്നു ആശാനെ? ഇന്നത്തെ പോലുള്ള കാറല്ല അന്നത്തെ കാറ്. പിന്നെ ബാക്കിൽ ലിവർ വെച്ച് കറക്കുമ്പോ സ്റ്റാർട്ട് ആവുന്ന കാറായിരുന്നു. അത് ശരി, എന്നെ ആ കാറിന് കാണിക്കാം ആശാനെ. ആ കാറില്ല. അതെങ്ങോട്ട് പോയി? ഒരു ദിവസം അമ്മൂമ്മ പറഞ്ഞു ഡ്രൈവിംഗ് പഠിക്കണമെന്ന്. അപ്പൊ പറഞ്ഞു നീ ഡ്രൈവിംഗ് സീറ്റ് കയറി, ഞാൻ പറയുന്നത് ലിവർ കറക്കാന്ന് പറഞ്ഞു. എന്നിട്ട്? അങ്ങനെ അപ്പൂപ്പൻ ലിവർ കറക്കി, അമ്മൂമ്മയുടെ കാർ ഒറ്റ പോക്ക് പോയി. അമ്മൂമ്മയും കാറും തിരിച്ചു വന്നിട്ടേ ഇല്ല. അയ്യോ, പിന്നെ അപ്പൂപ്പൻ എന്തോ ചെയ്തു? അമ്മൂമ്മ ഓർത്ത് ജീവിതകാലം മുഴുവൻ ലിവറും പിടിച്ചോണ്ട് ഇങ്ങനെ നിന്നു. പാവം ലിവർ, പാവം അപ്പൂപ്പൻ. അപ്പൂപ്പന്റെ കഥ അവിടെ തീർന്നു. നമുക്ക് വൈകിട്ട് ഈ പോലീസ് ജീപ്പ് കൊടുക്കണം. ഗുഡ് ഐഡിയ. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് വർക്ക്ഷോപ്പിലെ നാരായണേട്ടനെ കൊടുക്കാം. പുള്ളിയുടെ അങ്ങനെ നല്ല പാർട്ടി ഉണ്ട്, ഇടുക്കം വില വാങ്ങിച്ചു തരും. ഇവിടെ വിൽക്കാന്നല്ലേ പറഞ്ഞത്? പിന്നെ വൈകിട്ട് സർക്കിൾ വരുമെന്ന്. ഞാൻ ഓടും. ഇതിന് ഓടുന്നത് എനിക്ക് കാക്കി കണ്ട പേടിയാ. പേടിക്കണേ, കുറച്ച് പണിയുടെ ഉള്ളൂ, ഇലക്ട്രീഷ്യൻ വർക്ക് കൂടെ ഉള്ളൂ. ഞാൻ സാബുവിനെ വിളിച്ചിട്ട് അവൻ ഇതുവരെ വന്നില്ല. ആ എന്നാ പരിപാടി ആശാനെ പറഞ്ഞേ? എന്താ ഈ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യാൻ വെളിയിൽ നിന്ന് എന്തിനാ വേറെ ആളെ വിളിക്കുന്നേ? ഇത് ആര് ചെയ്യും? കറണ്ടിന്റെ പണിയൊക്കെ എനിക്കറിയാം, ഞാൻ ചെയ്തോളാം. എനിക്ക് ഇലക്ട്രിക് പണി അറിയോ? പിന്നെ വീട്ടിലെ ബൾബൂര മാറിയിടുന്നു ഞാൻ ഇല്ലയോ? ഈ ചന്തി തൊടുമ്പോ കത്തുന്ന പച്ച സ്കൂട്ടർ കേട്ടോ. ടെസ്റ്റർ അതൊക്കെ ഉണ്ട്. വേറെ എടുത്തിട്ട് പെട്ടെന്ന് അയാളൊക്കെ ഉണ്ട് ഇവിടെ. വേറെ എടുത്ത് റെഡി പെട്ടെന്ന് റെഡി. ഈ ചെറുക്കന് നിനക്ക് ഇതൊക്കെ അറിയാറില്ലടാ? പിന്നെ ഞാൻ പണ്ടേ പഠിച്ചില്ലേ. പിന്നെ പിന്നെ ഞാന് ഒരു കാര്യം ആശാനോട് പറയാൻ അങ്ങോട്ട് ഇരിക്കുവായിരുന്നു. എന്തുവായിരുന്നു? ഞാന് അടുത്ത വെള്ളിയാഴ്ച ഞാൻ പണിക്ക് വരത്തില്ല. നീ എവിടെ പോവാ? ആശാനെ അടുത്ത വെള്ളിയാഴ്ച വിജയുടെ പടം റിലീസ് ആകുന്ന ദിവസമല്ലേ, എനിക്ക് ഫസ്റ്റ് ഷോ തന്നെ കാണണം. എടാ ഓണത്തുമ്പി, വിജയ് സിനിമയിൽ അഭിനയിച്ച് ഒരുപാട് പൈസ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നീ നിന്റെ പണിയും കളഞ്ഞ് പൈസ കളഞ്ഞിട്ട് സിനിമ കാണാൻ പോട്ടെ, വല്ല കാര്യം കേട്ടോ. വന്നിരിക്കട ഇടം സൂപ്പർ. ഒരു വാട്ട് நான் முடிவு பண்ணிட்டா என் பேரு நானே கேட்க மாட்டேன். ഇതെന്തുവാടാ? ഇതാ വിജയ്. എന്തിന്? നെല്ലിക്ക വലിപ്പമുള്ള വിജയ് എനിക്കിത് കാണാനായിരുന്നു. അങ്ങനെയാണോ പറഞ്ഞത്? ഞാൻ വിജയുടെ ആക്ഷൻ ചെയ്താന്നല്ലേ പറഞ്ഞത്. ആക്ഷൻ കാണിച്ചോണ്ടിരുന്ന എന്റെ കാര്യം വല്ല മോശം കേൾക്കും. പിന്നെ എന്താ ചെയ്യണം? അടിയിൽ പണി ബാക്കി കിടക്കുക. ഇതിപ്പോ എന്തോ ചെയ്യുന്ന അറിയത്തില്ലല്ലോ. എന്താ നോക്കിക്കൊണ്ടിരിക്കുക? ഞാൻ ആശാൻ കിടക്കുന്ന നോക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ തമനയല്ലേ ഇവിടെ കിടക്കുന്നത് നോക്കാൻ. ഞാൻ എന്തുവാന്ന് പറഞ്ഞില്ല. എന്റെ കൂടെ കിടന്നിട്ട് നോക്കടാ. അങ്ങനാണോ? നോക്കാനാ ഞാൻ പറഞ്ഞത്. അല്ല ഇത് എന്നെ പഠിപ്പിക്കരുത്. പഠിപ്പിക്കുന്ന പറഞ്ഞാൽ നീ അകത്തോട്ട് നോക്ക. അത് കണ്ടോ? എന്തു ആശാനെ പിരിഞ്ഞു പോന്നേ? അത് ബ്രേക്ക് പൈപ്പ് ആണോ? ഇപ്പൊ ഈ പന്ത് പോലെ ഉരുണ്ടിരിക്കുന്ന അത് പമ്പ. അതിനപ്പുറത്ത് വന്ന ശബരിമല. അതല്ലെന്ന്, ഡീസൽ പമ്പ്. അത് ശരി. മറ്റേ സയൻസ് ക്രാന്തികളെ ഇങ്ങനെ ശബ്ദം അങ്ങോട്ട് പോകുന്നത്. അതെന്ത് ശബ്ദം കേൾക്കുന്നത്? അത് സ്റ്റാർട്ടായില്ലല്ലോ. എങ്ങനെയാ ഈ ശബ്ദം കേൾക്കുന്നത്? അതിന്റെ എന്തുവാന്ന് നോക്കട്ടെ.
ഇവിടെ കിടന്ന് ഉറങ്ങാൻ തരുമോ? അയ്യോ ആശാനെ എന്നോട് ക്ഷമിക്കണം. ഇന്നലെ രാത്രി നേരം വെളുക്കുന്നത് വരെ ഞാൻ ഉറങ്ങിയില്ല. എന്ത് വരണം സംഭവം? ഞങ്ങളുടെ അപ്പൂപ്പന് നല്ല സുഖമില്ലായിരുന്നു. നീ നേരം വെളുക്കുന്നതായിട്ട് അപ്പൂപ്പനെ സൂചിപ്പിക്കുമായിരുന്നു. അതല്ല, അപ്പൂപ്പനെ ഈ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന ഒരു പരിപാടിയുണ്ട്, ശോഭനാമ്പിളി രസം. അതല്ല സോമരാംബുലിസം. അത് വേറെ. ഇത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അപ്പുറത്തെ ശോഭനയുടെ അമ്പിളിയുടെ സിറ്റ് ഔട്ടിൽ ചെന്ന് കിടന്നുറങ്ങുന്നത് അപ്പൂപ്പന്റെ ഒരു രസം. നീ മാറി താമസിക്കണോടാ. ഞാൻ ഒറ്റയ്ക്കൊന്നും മാറി താമസിക്കുക, എനിക്ക് വയ്യ. എടാ, നീ കല്യാണം കഴിക്കണമെന്ന്. ഞാൻ കല്യാണം ഒന്നും കഴിക്കുന്നില്ല. നീ ഇങ്ങനെ അടിച്ചോണ്ട് നടന്നു. എനിക്ക് നാണം ആശാനെ, ആദ്യരാത്രി എന്നൊക്കെ പറഞ്ഞാലേ. ആദ്യ രാത്രി നാണം വന്നു. പിന്നെ ഞാൻ സിനിമ കാണിക്കുമ്പോ പറയാ കണ്ണു കൊത്തിയിരിക്കും. അല്ലെങ്കിൽ ഈ പിള്ളേർക്കല്ല, ഈ ചെറുപ്പക്കാർക്കല്ല ആദ്യ രാത്രി കല്യാണം എന്നൊക്കെ പറഞ്ഞ ഭയങ്കര നാണം. ഇതിനകത്ത് എല്ലാം ഇടണം. ഇത് മാറിയിട്ട് എടാ, ഇതൊക്കെ ഒരു നിസാര സംഭവമേ ഉള്ളൂ. ആണോ? ഇതിനൊരു ട്രിക്ക് ഉണ്ട്. അണ്ണാ എനിക്കൊന്ന് പറഞ്ഞു തരണം, അതെങ്ങനെയാണ്? ഞാൻ പറഞ്ഞു തരാം. നിന്റെ കല്യാണം കഴിഞ്ഞെന്നങ്ങ് വിചാരിക്കുക. വിചാരിച്ചല്ലേ? ബന്ധുക്കാരെയൊക്കെ ആദ്യമേ അങ്ങ് ചാടിക്കണം. 6 മണിക്ക് എല്ലാത്തിനും വണ്ടിക്കൂലി കൊടുത്ത് വിടും ഞാൻ. രാത്രി ഒരു 9 മണിയൊക്കെ ആവുമ്പോ നീ മണിയറ കേറണം. അച്ഛനെ പറയല്ലേ, ഞാൻ ഇമാജിൻ ചെയ്തോട്ടെ. ഇവിടെ ഒന്നും ചെയ്യുന്നില്ല, അതങ്ങനെ ചെയ്യും. ഞാൻ 9 മണിക്ക് മണിയറ കയറി. ഇനി അപ്പൊ പെണ്ണെ ഒരു ഗ്ലാസ് പാലുമായിട്ട് നിന്റെ മുമ്പിലോട്ട് വരും. അവിടെ വരുന്നുണ്ട്, പാലക്കെട്ട് വന്നു. എന്നിട്ട് പകുതി പാല് കുടിച്ചിട്ട് പകുതി നീ പെണ്ണിന് കൊടുക്കണം. അതിന്റെ പകുതി ഞാൻ അവക്ക് കൊടുക്കുന്നേ. വിഷം കളിക്കാന്നോന്ന് അറിയണ്ടേ? അതറിയണം. എന്നിട്ട് നീ ലൈറ്റ് ഓഫ് ചെയ്യണം. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തു. ഞാൻ പെട്ടെന്ന് ശരിയാക്കണം. സാർ വൈകിട്ട് വന്നാൽ തരാം. ആശാനെ, ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് പറ. മൊത്തം അഴിക്കണമല്ലോ ഇത്. ഞാൻ ഇങ്ങനെ അഴിക്കും, മൊത്തം അഴിക്കും. ഞാൻ വേണം. നല്ല വളമുണ്ട്, ലേത്തി കൊണ്ട് കൊടുക്കണം. എന്റെ പെണ്ണുമ്പിള്ള എന്തിനാ ലേത്തി കൊണ്ട് കൊടുക്കുന്നേ? നിന്റെ പെണ്ണുപിള്ള ലേത്തി കൊണ്ട് കൊടുക്കണം. എന്റെ പൊന്നാശാനെ, ഇതിന്റെ കാര്യമാണ് ഇങ്ങനെ പറഞ്ഞത്. ഞാൻ എന്റെ ആദ്യരാത്രിയുടെ കഥ കേൾക്കുമല്ലായിരുന്നു. എന്റെ ആദ്യരാത്രിക്ക് ക്ലാസ് എടുക്കാൻ വന്ന മാഷാന്ന് ഞാൻ. അല്ല, ഞാനിപ്പോ എന്താ ചെയ്യണോ? ഇത് എന്ത് ചെയ്യണമെന്ന് മര്യാദക്ക് വിടുന്നത്. ഇത് ലേത്തി കൊണ്ട് കൊടുക്ക്. എന്തോ വരുന്നു. DGP. ഹലോ സാർ. ഇല്ല സാർ, നാളത്തേക്ക് 4 പേര്, 4 പേരെ കാര്യം എല്ലാം ഓക്കെ. അല്ല സാർ, എല്ലാം കൂട്ടി 5 പേര് വരും. നാളെ മന്ത്രിക്ക് എസ്കോട്ട്. സാർ പോകും സാർ. ഓക്കെ സാർ, ഓക്കെ. ഇതെന്താ തുണിക്കടയിലെ പ്രതിമ? സർക്കിളാണ്. ആണോ സാറേ? ആരാ വിളിച്ചേ? എടാ, നിനക്ക് ഞങ്ങളുടെ പോലീസുകാരെ പ്രഷർ ചെയ്യാൻ പറ്റുന്നത്. DGP ഇതുപോലെ ഡെയിലി വിളിച്ച് എന്നെ അങ്ങോട്ട് വഴക്ക് പറയും. സാറേ, DGP എന്ന് പറഞ്ഞ ഒരാളില്ല. DGP ഇല്ലേ? ഇല്ല സാറേ. സാറ് DGP കണ്ടിട്ടുണ്ടോ? അപ്പൊ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഡെയിലി എന്നെ ഇങ്ങനെ ഇതുപോലെ ഫോൺ വിളിക്കും. ജഗന്നാഥ വർമ്മയ്ക്ക് വേഷം കിട്ടാൻ വേണ്ടി സിനിമാക്കാർ എഴുതി ഉണ്ടാക്കിയ ക്യാരക്ടറാണ് DGP. അപ്പൊ DGP ഇല്ല. അപ്പൊ നീ പറഞ്ഞു വരുന്ന ഇല്ലാന്ന്. DGP ഇല്ലടാ. എന്ന് ഇതുപോലെ തന്നെ ഞങ്ങൾ സുഹൃത്തുക്കൾ ഇതുപോലെ തരുമായിരിക്കും. നിന്നെ കഥ പറയാതെ എന്റെ വണ്ടി ശരിയാക്കി തരാം. എന്റെ പേര് കേട്ട കുറ്റവാളികൾ കിടുകിടാന്ന് വിറയ്ക്കും. എന്തുവാ സാറിന്റെ പേര്? ഐസക്. ഐസൊക്കെ ഒന്ന് തിരക്കി വേണം, നല്ല തണുപ്പല്ലയോ? ഐസൊക്കെ എന്നല്ല, എന്റെ പേരാ പറഞ്ഞ ഐസക്. അയ്യോ, ഐസക് സാറാവോ? എന്റെ പൊന്നു സാറേ, സാറിന്റെ വീരകൃത്യങ്ങൾ ഞാൻ പത്രത്തിൽ ഇഷ്ടം പോലെ വായിച്ചിട്ടുണ്ട്. നിനക്ക് എന്നെ അറിയാം? എനിക്കറിയാം. അപ്പൊ ഇവൻ എന്നെ അറിയത്തില്ല. ഒന്ന് പറഞ്ഞു കൊടുക്ക. എടാ, ഇന്നലെ എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. സാറിന് ഇന്നലെ ഉണ്ടായി? എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നല്ലോ ഇത്. അതല്ലെന്ന്, എന്റെ ഒരു വീരകൃത്യം പറയാൻ വേണ്ടി വന്ന ഇന്നലെ ഒരു സംഭവം ഉണ്ടായെന്ന്. എന്നാ പറ അങ്ങോട്ട്. ഞാൻ പറയുന്നില്ല, കഥ പറയുന്ന പരിപാടി ഞാൻ അങ്ങ് നിർത്തി. സാറേ, ഈ വണ്ടിയുടെ പണി തീർന്നു. ഓക്കെ, അപ്പൊ കുഴപ്പമൊന്നുമില്ല. എടാ, സംഭവം എന്നാ വെച്ചാൽ നാളെ മന്ത്രിക്ക് എസ്കോട്ട് പോകേണ്ട വണ്ടി അത്. എന്നാ പിന്നെ സാറ് നേരത്തെ പറഞ്ഞില്ലായിരുന്നു? കലേഷേ, 4 വീലിന്റെ ബ്രേക്ക് എടുത്ത് വിടറാ. എന്തിന്? മന്ത്രിമാരോട് വന്ന വണ്ടി അങ്ങനെയല്ലേ പോകുന്നത്, ബെല്ലും ബ്രേക്കും ഇല്ലാതെ. അതല്ലടാ, ഞങ്ങൾക്ക് അവിടെ വെച്ചാൽ നിർത്തണ്ട വന്ന്. ആരെങ്കിലും കരിങ്കൂടി കാണിക്കും, അന്നേരം നിർത്തിയാ മതി. എക്സാക്ട്ലി. സാറേ, സ്റ്റാർട്ട് ചെയ്ത് കാണിക്കട്ടെ. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കാണിക്കട്ടെ. എന്തിനൊക്കെ ഭയങ്കര സ്മൂത്ത് ആയിട്ട് ഇരിക്കുന്നത്. ഞാൻ അതുപോലെ പണിഞ്ഞ്. അത്ര സ്മൂത്ത് വേണ്ട സാറേ. ഹെഡ്ലൈറ്റ് കാണിക്കും. നല്ല പ്ലച്ചനായിട്ട് കത്തുന്നത്. ഞാൻ രാത്രി പോകുമ്പോ തവളയെ മാക്രയെ ഓന്തും എല്ലാത്തിനെ കാണും. ഒരു കാര്യം ചെയ്യ്, ഇനി ആ ബീക്കൺ ലൈറ്റ് കൂടെ എന്റെ ദൈവമേ, എന്റെ ജോലിമാരും കൊണ്ട് കളഞ്ഞ്. എടാ, നാളെ ഞാൻ എങ്ങനെയാണ് മന്ത്രിയുടെ ഫ്രണ്ട് ഈ വണ്ടി കൊണ്ട് എസ്കോട്ടർ കൊണ്ടുപോകുന്നത്? നാളെ സാറേ ഈ വണ്ടി കൊണ്ട് മന്ത്രിയുടെ മുന്നിൽ പോകണ്ട. ഈ ജീപ്പുമായിട്ട് നേരെ വീട്ടിലോട്ട് വിട. എന്തിന്? നല്ല മ്യൂസിക് അല്ലേ, പിള്ളേർക്ക് കളിക്കാൻ കൊടുക്കാം. Kannan Devi Group presents West on Flowers Aka Ponnunakazha 2025.